വെരിക്കോസിന് പുരുഷവന്ധ്യതയുടെ ഒരു പ്രധാന കാരണമാണ്. പക്ഷേ ചിലർക്ക് ഈ വെരിക്കോസിനോടൊപ്പം തന്നെ ടെസ്റ്റീസിൻ്റെ പ്രവർത്തന വൈകല്യം. അതായത് അവരുടെ ടെസ്റ്റീസ് ബീജോൽപാദിപ്പിക്കുന്ന കൊള്ളികളുടെ എണ്ണം കുറവായിരിക്കും, അല്ലെങ്കിൽ ആ കൊള്ളികളുടെ ചില ഭാഗത്ത് മാത്രമേ ബീജോൽപാദനം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് വെരിക്കോസിലി ചെയ്തിട്ടും വലിയ മാറ്റം ഉണ്ടാകാത്തത്. ഇതൊരു വലിയൊരു പ്രോബ്ലമാണ്. കാര്യം വെരിക്കോസിലി ചെയ്തിട്ട് ഒരാൾക്ക് ചെയ്തിട്ട് വലിയ വ്യത്യാസമില്ല എന്നൊക്കെയുള്ളൊരു പ്രശ്നം വരുമ്പോൾ വെരിക്കോസിലി ചെയ്താൽ പ്രയോജനം ഉണ്ടാകുന്ന ഒരാളത് ചെയ്യാനായിട്ട് മടിച്ചു എന്ന് വരാം. കാരണം അവർക്ക് ചിലർക്ക് അതിൻ്റെ കൂടൊപ്പം തന്നെ ടെസ്റ്റിക്കുലർ ഡിസ്ഫങ്ഷനും ഉണ്ടാകും. 78% പേരിലും ഇത് ലെഫ്റ്റ് സൈഡിലാണ് കാണപ്പെടുന്നത്. ഇന്ന് ഡോപ്ലർ അൾട്രാസൗണ്ട് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ വൽസാൽവ മാനുവറി മാത്രം നമ്മളത് പാൽപ്പേറ്റ് ചെയ്യുമ്പോഴാണ്, നമ്മുടെ ശ്വാസം എടുത്ത് വിടുമ്പോൾ മാത്രം നമ്മളത് പാൽപ്പേറ്റ് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത്. സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരെ നിന്ന് നമ്മൾ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്നതിനെയാണ് സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയുന്നത്. തേർഡ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നതിനെയാണ് തേർഡ് ഗ്രേഡ് എന്ന് പറയുന്നത്. നമ്മൾ അൾട്രാസൗണ്ട് വഴി നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിനെയാണ് സബ്ക്ലിനിക്കൽ വെരിക്കോസിൽ എന്ന് പറയുന്നത്. വെരിക്കോസിൽ പുരുഷവന്ധ്യതയുടെ ഒരു പ്രധാന കാരണമാണ് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. കൗണ്ട് കുറവുള്ളവർ തീർച്ചയായിട്ടും സ്കാൻ ചെയ്ത് വെരിക്കോസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്.